ഞാനാണ് അനു, കൊച്ചിയിലെ ഒരു ഐ.ടി. കമ്പനിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരി. എനിക്കും മീനു ചേച്ചിക്കും ഇടയിൽ 4 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ 24 വയസ്സായി. പുറമേ ധൈര്യശാലിയായി തോന്നുമെങ്കിലും അവളുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് എനിക്കിപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ ഓരോ ചിന്തകളും രഹസ്യങ്ങൾ പോലെയാണ്. മീനു ചേച്ചിക്ക് ഒരു പ്രണയമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. രോഹിത്. അവൻ എന്നോട് അധികം അടുപ്പം കാണിക്കാറില്ല. എങ്കിലും അവന്റെ നല്ല മനസ്സ് ചേച്ചിയോടുള്ള അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. സാധാരണ പ്രണയം പോലെ അതങ്ങനെ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് നടന്നതൊന്നും സാധാരണമായിരുന്നില്ല. ഒരു വേനലവധിക്ക് ഞങ്ങൾ ആലപ്പുഴയിലെ തറവാട്ട് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. മുത്തശ്ശിമാരുടെ പഴയ തറവാട് വീട്. പഴയ വീടുകൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും, അല്ലേ? പക്ഷേ ആ യാത്രയിൽ ഞങ്ങൾ കണ്ടത് കഥകളായിരുന്നില്ല, ഒരു ദുസ്വപ്നം പോലെ ഇന്നും എന്നെ വേട്ടയാടുന്ന ചില അനുഭവങ്ങളായിരുന്നു. എനിക്ക് 17 വയസ്സാണ്. മീനു ചേച്ചി കോളേജ് പഠനം കഴിഞ്ഞ് 2 വർഷമായി. അവളുടെ കാമുകനായ രോഹിത് എന്നോട് അധികം സംസാരിക്കാറില്ലെങ്കിലും അവൻ നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നിയിരുന്നു. വേനലവധിക്ക് ആലപ്പുഴയിലേക്ക് പോകാൻ തീരുമാനിച്ചത് രോഹിത് ആയിരുന്നു. മീനു ചേച്ചിയുടെ മുത്തശ്ശിമാരുടെ തറവാട് വീട് കാണണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പഴയ കെട്ടിടങ്ങളും ചരിത്രവും പ്രേതകഥകളും അവന് വലിയ ഇഷ്ടമായിരുന്നു. നിന്റെ മുത്തശ്ശിയും മുത്തച്ഛനും ഇവിടെയായിരുന്നോ താമസിച്ചിരുന്നത്? ട്രെയിനിൽ വെച്ച് രോഹിത് ചോദിച്ചു. അതെ, മീനു ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ മരണത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല, പക്ഷേ ഈ വീടിന് ചില കഥകളുണ്ട്. അവളുടെ മറുപടി കേട്ട് ഞാൻ അവരെ നോക്കി. ഈ യാത്ര ശരിക്കും ആവശ്യമുണ്ടായിരുന്നോ എന്ന് എന്റെ ഉള്ളിൽ ഒരു ചോദ്യമുയർന്നു. ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് ഓട്ടോയിലായിരുന്നു. വീട് കാടിന്റെ ഉൾഭാഗത്തായിരുന്നു. ഇടതുവശത്ത് ഒരു പഴയ തോണിപ്പാലം, വലതുവശത്ത് കൂറ്റൻ വാഴത്തോട്ടം. വീട് കണ്ടാൽ തന്നെ ഇടിഞ്ഞുപൊളിഞ്ഞ നിലയിലായിരുന്നു. ചുമരുകളിൽ കറുത്ത പാടുകൾ, വാതിൽ കാറ്റിൽ ആടിയുലയുന്നു. ഈ വീടിന് ഒരു സിനിമയിലെ പ്രേതഭവനത്തിന്റെ രൂപമുണ്ട്, രോഹിത് ഉത്സാഹത്തോടെ പറഞ്ഞു. വളരെ ഹോണ്ടഡ് ലുക്ക്. എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, അത് ശരിക്കും ഹോണ്ടഡ് ആയിരിക്കും. ആദ്യ രാത്രിയിലെ അലമുറ. ഞങ്ങൾ 3 പേരും ഒരേ മുറിയിലാണ് ഉറങ്ങിയത്. ഒരുതരം സുരക്ഷിതത്വം തോന്നിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഏകദേശം രാത്രി 2 മണിയോടെ ഞാൻ ഞെട്ടിയുണർന്നു. അത് കാറ്റിന്റെ ശബ്ദമായിരുന്നില്ല, വാതിലിന് പുറത്ത് ആരോ നടക്കുന്ന ശബ്ദം. കാൽപ്പെരുമാറ്റം മണ്ണിൽ ചവിട്ടുന്നതുപോലെ. മീനു ചേച്ചി, ഞാൻ പതിയെ വിളിച്ചു. എന്താ? അവൾ ഉറക്കത്തിൽ മറുപടി നൽകി. വാതിലിൻ പുറത്ത് ആരോ നടക്കുന്നതുപോലെയുണ്ട്. അവിടെ ആരുമില്ല, ഉറങ്ങി. പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ പതിയെ തലതിരിച്ച് വാതിലേക്ക് നോക്കി. വാതിൽ ചെറുതായി തുറന്നിരുന്നു. അതിലൂടെ ഒരു കറുത്ത മനുഷ്യരൂപം മങ്ങിമങ്ങി മറയുന്നത് കണ്ടു. മുഖമില്ല, നിലത്ത് ചവിട്ടുന്ന കാൽപ്പെരുമാറ്റം മാത്രം. താടി വരെ നീളമുള്ള വെള്ള വസ്ത്രം. ഒരു 95 വയസ്സുള്ള ഒരു വൃദ്ധനെപ്പോലെ. പക്ഷേ അതിന് ജീവനുണ്ടായിരുന്നില്ല. 2-ാം ദിവസം രാവിലെ ഞാൻ മീനു ചേച്ചിയോടും രോഹിതിനോടും നടന്നതെല്ലാം പറഞ്ഞു. അവർ അത് ചിരിച്ചു തള്ളി. അജ്ഞാത സ്ഥലങ്ങളിൽ പോകുമ്പോൾ തോന്നുന്ന ഒരുതരം മാനസിക വിഭ്രാന്തിയാവാം ഇത്, രോഹിത് പറഞ്ഞു. അതൊക്കെ ശരി, പക്ഷേ ഞാൻ കണ്ടത് സത്യമാണ്, ഞാൻ ദൃഢമായി പറഞ്ഞു. ആ രാത്രി ഞങ്ങൾ വാതിൽ അടച്ചിട്ടുറങ്ങി. ഒരു മരകഷ്ണം വെച്ച് വാതിൽ ഭദ്രമായി അടച്ചു. പക്ഷേ രാത്രി 1:45 മണി ഓടെ വാതിലിൽ തട്ടാൻ തുടങ്ങി. തൂക്ക് തൂക്ക്. പിന്നീട് ഒരുതരം നൃത്തം ചെയ്യുന്നതുപോലെ കാൽപ്പെരുമാറ്റങ്ങൾ. വാതിലിന്റെ താഴെ കൂടി നോക്കിയപ്പോൾ ഞാൻ കണ്ടു പാദങ്ങൾ മാത്രം. പക്ഷേ ആ പാദങ്ങൾ നിലത്തുനിന്ന് അല്പം ഉയർന്നിട്ടായിരുന്നു. അത് നിലത്ത് സ്പർശിക്കാതെയാണ് നടന്നിരുന്നത്.